വളരെ ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു പ്രതിഷേധം നടക്കുകയാണ് തിരുവനന്തപുരത്ത്. ഈ കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഈ ക്രിമിനലിനെ ഈ കൗൺസിലിനകത്തുനിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണം. കൗൺസിൽ അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടി അത് ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ടുള്ള വിഷയം, ഈ അപമാനം, ഈ പറയുന്ന നഗരസഭയ്ക്ക് അപമാനം ഉണ്ടാക്കിയിട്ടുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച് ഇത് ചർച്ച ചെയ്ത് ഇയാളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കണം. അത് എടുക്കാത്ത പക്ഷം ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള ജനകീയ സമരം ഈ തലസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു സമരം അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ മേയർ ഉൾപ്പെടെയുള്ളവർ, ഈ കൗൺസിലിനകത്ത് പ്രവർത്തിക്കുന്ന അംഗങ്ങളായിട്ടുള്ളവർ, ഇവര് നമ്മുടെ നഗരത്തിനകത്തുള്ള പോലീസ് സംവിധാനത്തെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിനകത്ത് ഉള്ള നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്നവരായി മാറുന്ന സ്ഥിതിയിലേക്ക് കൗൺസിൽ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ വാർഡുകളിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത് പുറത്താക്കണം, ഈ സുഗതനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധ സമരങ്ങൾ 13, 14 തീയതികളിൽ വാർഡുകളിലേക്ക് നടത്തും. അതിനുശേഷം ഇവിടെ ഇന്നലെ ഇടതു മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ വലിയ ജനകീയ സമരം 15-ാം തീയതി രാവിലെ ഈ നഗരസഭയുടെ മുമ്പിലേക്ക് നടത്തിക്കൊണ്ട് ഇത് പുറത്താക്കുന്നത് വരെയുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു സമരം നടത്തുമെന്ന് മാത്രമാണ് ഇതിനകത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അടിയന്തരമായിട്ട് ഇയാളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് മേയർ ഇപ്പോൾ ഒളിച്ചു കളിക്കുകയാണ്. ഞങ്ങളെല്ലാം ടെലഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ടെലഫോൺ എടുക്കുന്നില്ല, ആളെ കിട്ടുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ ആരെയും കാണാനില്ല. ഇതിന് സംഘം ചേർന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആരെയും ഇന്നിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു ജനകീയ സമരമാണ്. നമ്മുടെ നഗരസഭയ്ക്ക് അപമാനമാണ് ഈ വിഷയമെന്ന് പറയുന്നത്. ഇത് അടിയന്തരമായിട്ട് ഇത് പുറത്താക്കൽ നടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ആധാരമെന്ന് പറയുന്നത്. നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഈ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യുകയാണ്.